രാവിലെ തന്നെ നല്ല അടിപൊളി മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം തോർന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂട് റാഗി പുട്ടൊക്കെ വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വാപ്പ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു സഞ്ചിയായിട്ടാണ് വന്നത് കേട്ടോ. അതിൽ മീനും മരച്ചീനിയും ഉണ്ടായിരുന്നേ. ഞാനിന്ന് ഒന്നും ഉണ്ടാക്കണ്ട, ഇന്നലത്തെ കറികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വാപ്പ കൊണ്ടുവന്ന സ്ഥിതിക്ക് കോഴിയാളയും ചാളയും ഉണ്ടായിരുന്നു. കോഴിയാളെ കറിക്കും ചാള വറുക്കാനും ഒക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ 2 കോഴിയാളെ വറുക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യമാണെങ്കിൽ ഇവിടെ മൊത്തം മരച്ചീനി അരിഞ്ഞൊന്ന് സഹായിച്ചതാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് അവൻ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഞാനാണെങ്കിൽ മീൻ കറിക്കുള്ള എല്ലാ സാധനങ്ങളും ഇട്ടു. മീൻ കറിയൊക്കെ അടുപ്പത്തൊട്ടാക്കി മരച്ചീനിയും കഴുകി എടുത്ത് അടുപ്പത്ത് വെച്ചു. മരച്ചീനിയാണെങ്കിൽ അങ്ങോട്ട് തിളച്ചതും തുളുമ്പി ഒഴുകുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചോറ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 1.25 കിലോയോളം മരച്ചീനി അതിനകത്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ വാങ്ങിക്കൊണ്ട് വന്നതാണ്. തൊട്ടിപ്പുറത്ത് തന്നെ മീനും വറുക്കായിട്ടിട്ടുണ്ട്. മരച്ചീനിയെല്ലാം വെന്ത് വന്നത് പിന്നെ ഞാൻ തട്ടിക്കൂട്ടി അതിനെല്ലാം ഊറ്റി വടിച്ചെടുത്തു. പിന്നെ അരപ്പെല്ലാം ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി അതിൻ്റെ നെഞ്ചാമൂടി ഇടിച്ച് കലക്കുന്ന പരിപാടിയിലോട്ട് കടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇടിച്ച് കലക്കി അവനെ ഒരു പരുവാക്കി എടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദിലിനും വാപ്പാക്ക് എത്ര കൊടുത്താലും മടുക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ ഈ മരച്ചീനി. വാപ്പായോ അതിൽ റെഡിയായി വന്നിരിപ്പുണ്ട്. അപ്പോൾ വാപ്പ അതാ നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പല്ല് വയ്യാത്ത എൻ്റെ മുമ്പിലിരുന്ന് മീനൊക്കെ ഇങ്ങനെ കടിച്ച് പറിക്കുമ്പോൾ എൻ്റെ ആളുകളെ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നു.